ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ ലൈഫ് വിത്ത് ബെല്ല. ഇന്ന് ഞങ്ങളൊരു സ്ട്രോബെറി ഫാം കാണാൻ പോവാണ്. ഇവിടെ അടുത്ത് ഗുഡ് പ്ലാനറ്റ് എന്ന് പേരുള്ള ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പോൾ ഈ പ്ലാനറ്റ് ഇവിടെ അടുത്ത് വീടിന്റെ അടുത്ത് റിവർ ഹെഡ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഞാനുണ്ട്, കിരൺ ഉണ്ട്, ഷീബ ചേച്ചി ഉണ്ട്, അതുപോലെ ജയ്ക്ക് മോനുണ്ട്. ഹായ് ജയ്ക്ക്, നമ്മൾ എവിടെ പോകുന്നേ? എവിടെ പോകുന്നേ? ഹലോ ഗൈസ്, അപ്പൊ നമ്മള് റിവർ ഹെഡ് എന്നുള്ള സ്ഥലത്ത് എത്താറായി. സ്ട്രോബെറി ഫാം കാണാൻ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ജയ്ക്ക്, നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്യണ്ടേ? വാവ്, ജയ്ക്ക് ഫുൾ റെഡി ആയിട്ടായിട്ടിരിക്കുന്ന ഗ്ലാസ് ഹാറ്റ് എല്ലാം വെച്ച്. ഇവിടെ ഗ്രേപ്പ് ഫാം ഉണ്ട്, സ്ട്രോബെറി ഫാം ഉണ്ട്, അടുത്ത് ലാവൻഡർ ഫാം ഉണ്ട്. ആക്ച്വലി സ്ട്രോബെറി ഫാമിൽ നമ്മൾ എത്തി. ഇപ്പൊ നമ്മൾ പുറത്ത് കിടന്നിട്ടുള്ള വ്യൂ കാണിക്കാം കേട്ടോ. യെസ്, ഫൈനലി നമ്മള് ഗുഡ് പ്ലാനറ്റിൽ എത്തി. വളരെ നേരോ ആയിട്ടുള്ളൊരു പാത്തിൽ കൂടെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എൻട്രി സ്ഥലത്ത് തന്നെയാണ് ഗുഡ് പ്ലാനറ്റിന്റെ. എല്ലാ വെഹിക്കിൾസും ഈ റൂട്ടിൽ കൂടെയാണ് ആദ്യം പോകേണ്ടത്. ഇന്നത്തെ ദിവസം നന്നായിട്ട് ക്രൗഡഡ് ആയിട്ടാണോ നമുക്ക് കാണാൻ പറ്റുന്നേ. മഴയാ, നിറയെ ആളുകളാട്ടോടെ. നമ്മളിപ്പോ സ്ട്രോബെറി ഫാമിൽ എത്തി. ഇവിടെ നിന്ന് നമ്മള് ടിക്കറ്റ് എടുക്കാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മള് ഫാമിൽ പോയി സ്ട്രോബെറീസ് പ്ലക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു സൈസുള്ള ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു സ്ട്രോബെറി സ്റ്റാച്ചു ഉണ്ട്. അപ്പൊ ഈ സ്ട്രോബെറിയുടെ ഒപ്പം ഇരുന്ന് നമുക്ക് ഫോട്ടോസ് ഒക്കെ ഇവിടെ എടുക്കാം. ഈ ഒരു ഫാമിന്റെ ഒരു അട്രാക്റ്റീവ് പ്ലേസ് ആണിത്. അപ്പൊ ഞങ്ങളും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. ഇപ്പൊ നമ്മളൊരു ബസ്സിലാണ്. ഈ ബസ്സിലാണ് നമ്മള് സ്ട്രോബെറി പറിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഗുഡ് പ്ലാനറ്റ് എന്നുള്ള ഈ ഫാമിലാണ്. അപ്പൊ ഈ ഫാമിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ബസ്സിൽ ഇങ്ങനെ പോയി എന്നിട്ടാണ് നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പോകുന്നത്. ഹായ് ജയ്ക്ക്, where we are now? At the bus. At the bus. Where we are going? Strawberry farm. Yeah, we are going to pick strawberries. ചേച്ചി എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. ചേച്ചി മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? ഇത് ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ഓക്കേ. കിരൺ, what you feel now? Good. Yeah. Okay, everyone go via the last. Jake, we are going in the queue. Yes? Yes, say yes. 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 I am here. Yes. It's our turn. Thank you so much. Bye. All right, okay, you guys head on to this one. ഇപ്പൊ നമ്മള് സ്ട്രോബെറി ഫാമിന്റെ ഉള്ളിലെത്തി. നമുക്ക് ഒരുപാട് സ്ട്രോബെറീസ് കാണാം. അമ്മ വരാം. Wow, Kiran got the first strawberry. How it taste? Good. Good? Sweet. Sweet? Yeah. Really sweet. Oh, usually നമ്മള് ഒരു സോർ ടേസ്റ്റ് അല്ലേ ഉണ്ടാവുക? He's eating the good one. Yeah.
So it's a big one. Big one? Oh, you got the big one. Put it in here. It's not good. I'm going to pluck one. Jake, show me the bucket. Lena. I got one, a fresh strawberry. അതെന്നെ പ്ലക്ക് ചെയ്തോ? So we are going to pluck some strawberries and we can taste it. I think this one is more ripened, so I am going to taste this one. ഞാൻ മുമ്പ് നാട്ടിൽ വെച്ച് സ്ട്രോബെറി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊരു സോർ ടേസ്റ്റ് പോലെയാണ് തോന്നിയത്. കുറച്ച് പുളിപ്പൊക്കെ ഉള്ള ഒരു ടേസ്റ്റ് പോലെയാണ് തോന്നിയത്. പക്ഷെ ഇത് വളരെ സ്വീറ്റ് ആണ്. കിരം കഴിച്ചു നോക്കിയോ? അപ്പോഴും സ്വീറ്റ് ആയിട്ടല്ലേ തോന്നിയത്? ഐ തിങ്ക് ഇവിടെ നമുക്ക് നല്ല പഴുത്തതൊക്കെ നോക്കിയിട്ട് പറിക്കാം. അപ്പോൾ അങ്ങനെ സ്വീറ്റായി തോന്നുന്നതാന്ന് തോന്നുന്നു. ഇവിടെ തന്നെ അധികം റൈപ്ഡ് അല്ലാത്തതുണ്ട്. അതിന് ചിലപ്പോൾ സോർ ടേസ്റ്റ് വരാതിരിക്കാം കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വൈഡായിട്ട് നോക്കുമ്പോൾ കാണാം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷെ അറ്റ് എ ടൈം ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളെ മാത്രമാണ് നമുക്ക് ഉള്ളിലേക്ക് കടത്തുള്ളൂ. അപ്പോൾ അത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർ സ്ട്രോബെറീസ് പ്ലക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ബാഗ്സ് എല്ലാം കളക്ട് ചെയ്യാം. ഇവർ തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് എത്ര വേണമെങ്കിലും ആ ബാഗ്സിൽ കൊള്ളാവുന്ന രീതിയിൽ എത്ര വേണമെങ്കിലും പ്ലക്ക് ചെയ്ത് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, കുറച്ചധികം പൊട്ടിച്ചോ. ഇവിടെ ചേച്ചി ഇത് കണ്ടോ? സ്ട്രോബെറി എണ്ണി എടുക്കാണ് ഇവിടെ ഒരാള്. കിരണ് സ്ട്രോബെറി പിക്കിങ്ങിൽ ഒരു ഭാവി ഞാൻ കാണുന്നു. കിരൺ എന്ത് തോന്നുന്നു? ഇതൊരു പ്രൊഫഷൻ ആയിട്ട് എടുത്തൂടെ? അതെ, എന്റെ ലക്ഷ്യം ഇതൊക്കെയാണ്. അതെ അല്ലേ? ആ കൊച്ചിന്റെ ബാസ്കറ്റ് കെട്ടെടുത്തു. എടാ നല്ലതാണോടാ. അപ്പോൾ നമ്മൾ സ്ട്രോബെറീസ് ഒക്കെ കളക്ട് ചെയ്ത് ഉച്ചയ്ക്കായിരുന്നു ഞങ്ങൾ വന്നേട്ടാ. കുറച്ചൊക്കെ ക്ഷീണിച്ചു. എന്നാലും ഞങ്ങൾ ബാസ്ക്കറ്റ് കണക്കിൽ സ്ട്രോബെറി ഒക്കെ പറിച്ചിട്ടാണ് പോണേ. ഷോ ദ സ്ട്രോബെറി. ബൈ. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളി. സ്ട്രോബെറി കുറേ തിന്ന് എൻജോയ് ചെയ്ത്. And what about Jake? Jake, you like the trip? Yeah, but don't talk to me. ജയ്ക്ക് എന്തോ തണക്കത്തിലാണ്. അതുകൊണ്ട് ജയ്ക്ക് ഇപ്പോ മിണ്ടുന്നില്ല. ജയ്ക്കിന് ഐസ്ക്രീം കൊടുക്കാത്തോണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ പോകും. ഇവിടെ ഫ്രഷ് സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. നല്ല ഇവിടെ നിന്ന് കൾട്ടിവേറ്റ് ചെയ്ത സ്ട്രോബെറി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീം ആയതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും അത് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ തിരിച്ച് ഈ ബസ്സിൽ തന്നെ കയറി നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോവാണേ. ഇപ്പം എല്ലാവരുടെ കയ്യിൽ നമുക്കിങ്ങനെ ബോക്സസ് കാണാം. അത് നിറച്ചിട്ടാണ് എല്ലാവരും പോണത്. കണ്ടോ എല്ലാവരും വരുന്ന കണ്ടോ? എല്ലാവരുടെ കയ്യിൽ ഇങ്ങനെ ബോക്സസ് ഉണ്ട്. അപ്പോൾ സെക്ഷൻ ആയിട്ട് നമ്മളിങ്ങനെ ബസ്സിൽ കയറും. അതിനുശേഷം നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ, അതായത് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്ത ഈ പ്ലാനറ്റിൻ്റെ ഗുഡ് പ്ലാനറ്റിൻ്റെ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തും. അതിനുശേഷം ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീട്ടിലോട്ട് പോവാം. ഇപ്പോൾ ഉണ്ട് ഒരുപാട് പേര് ഓരോ സെക്ഷനായിട്ട് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഒരേ ഫീൽഡിലേക്ക് ആയിരിക്കില്ല പോകുന്നത്. ഓരോരുത്തരെയും ഓരോ ഫീൽഡ് തിരിച്ചായിരിക്കും വിടുന്നത്. ഈ ഗ്രീൻ ഡ്രസ് ഇട്ടിട്ട് നിൽക്കുന്നവരൊക്കെ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ആണ് സ്ട്രോബെറി ഫാമിലെ. ഇവരാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാം. പല കൺട്രീസിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. യെസ്, നമ്മളും അങ്ങനെ ബസ്സിൽ കയറാൻ പോവാണേ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സ്ട്രോബെറി ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയുടെ ഐസ്ക്രീംസ് ഇവർ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ നമുക്ക് സ്ട്രോബെറി മാത്രമല്ല റാസ്ബെറി, ബ്ലൂബെറി അങ്ങനെയായിട്ടും ഈ ബെറീസ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലേവറിലൊക്കെയും നമുക്കിങ്ങനെ ഐസ്ക്രീംസ് അവർ തരും. ഇതിൻ്റെ ക്രിയേഷനൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് സ്ട്രോബെറി ഐസ്ക്രീം ഫ്ലേവറാണ്. കിരൺ ഓർഡർ ചെയ്തിരുന്നത്
മിക്സഡ് ഫ്രൂട്ട്സിന്റെ മിക്സഡ് ബെറീസിന്റെ ഒരു ഐസ്ക്രീം ആയിരുന്നേ. ജയിക്കനും എനിക്കും സ്ട്രോബെറി ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇസ് ഇറ്റ് ടേസ്റ്റി? Sorry? നമ്മൾ കൊടുത്ത ഓർഡർ ആണ് ഇപ്പൊ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്കുള്ള ഐസ്ക്രീംസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പറഞ്ഞ പോലെ ഫ്രഷ് സ്ട്രോബെറി ഐസ്ക്രീം മേടിച്ചു. മിക്സഡ് ഐസ്ക്രീംസ് ആണ് ഇവിടെ ചേച്ചിയും കിരണ ഓർഡർ ചെയ്തത്. ഞാനും ജയിക്കും സ്ട്രോബെറി ഐസ്ക്രീംസ് ആണ് ഓർഡർ ചെയ്തത്. വളരെ ഫ്രഷ് ഫീൽ ആണ് ടേസ്റ്റ് ചെയ്യുമ്പോൾ. ഇതിൽ ഞാൻ പ്രിപ്പറേഷൻ വീഡിയോയുടെ ഒരു ചെറിയ പാട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം ഫ്രഷ് സ്ട്രോബെറീസും ബെറീസും ഒക്കെ ഫ്രഷ് പീസസ് തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് അവർ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു ഹട്ട് പോലത്തെ ഒരു പ്ലേസ് ഇവിടെ കിട്ടി. അവിടെ ഇരുന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇവിടുത്തെ ആംബിയൻസ് കണ്ടാൽ അറിയാം എല്ലാവരും ഒരു പിക്നിക്കിന് വന്ന പോലെയാണ് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത്. കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക സെക്ഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് കാർ പാർക്കിംഗ് ഒക്കെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. ജേക്ക് വളരെ എക്സൈറ്റഡ് ആണ് വന്നപ്പോ മുതല്. അവന്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് മിനിയൻസ് ഒക്കെ സൈഡിൽ കണ്ടേ. ഓക്കെ, ഞങ്ങളുടെ ഇന്നത്തെ പ്ലാനിലുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ലിസ്റ്റ് ഒക്കെ ഫുള്ളി ഫിൽഡ് ആയി. അപ്പൊ ഞങ്ങൾ ഇന്ന് ബാക്കപ്പ് ആവാൻ പോവാണ് ആഫ്റ്റർ ഈറ്റിംഗ് ദിസ് ഐസ്ക്രീം. ഇതുവരെ ഈ ചാനൽ കണ്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും a big thanks. Keep on watching Life with Bella. Bye. Bye. Say bye to you too. Kiran, bye. Bye. You want to enter here? Yeah? Give me a high five. Hey. High five. Hi. Hi, Can hi. I have some water? Yeah? Where is the water? They will come to play with us. Can you give me Where high is the five? water bottle? High five? Yeah. Yay. No more five. I will be sad. Give one high five to him. Who can give high five? Yay. No more. Okay.